പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 12-ാം ദിവസം. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനും. നിന്റെ മുൻഗാമിയിൽ നിന്ന് എന്ന പോലെ ഞാൻ എൻ്റെ സ്നേഹം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല. ഞാൻ അവനെ എൻ്റെ ഭവനത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും. അവൻ്റെ സിംഹാസനം എന്നും നിലനിൽക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, പിതൃപുത്ര ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പിതാവും പുത്രനും തമ്മിലുള്ള അവിഭാജ്യ ബന്ധമായിരിക്കണം ദൈവവും മനുഷ്യനും തമ്മിൽ ഉണ്ടാകേണ്ടതെന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവിടുന്ന് നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല. കോരിച്ചൊരിയുന്ന മഴയിൽ ചൂടി നിൽക്കുന്ന കുട പോലെയാണ് ദൈവസ്നേഹത്തിൻ്റെ മഴയിൽ അലിയാതെ പോകുന്ന, നനയാതെ പോകുന്ന നമ്മുടെ അന്ധതയുടെ കുടകൾ. അത് ഊരി മാറ്റിപ്പിടിക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ മഴ ഉച്ചി മുതൽ ഉള്ളം കാല് വരെ നമ്മളെ നനയ്ക്കുകയും സ്നേഹത്തിൻ്റെ സാന്ത്വനമായി നമ്മളിൽ അലിയുകയും ചെയ്യും. നമ്മുടെ ഭവനത്തിലും നമ്മുടെ രാജ്യത്തിലും ദൈവത്തിൻ്റെ സിംഹാസനം അവൻ എന്നേക്കും ഉറപ്പിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ളത് കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ആത്മാവാണ് ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം പോലെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മുറുകുമ്പോൾ, ദൃഢപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും സാന്ത്വനവും നമ്മുടെ ജീവിതത്തിൽ എന്നേക്കും ഉറപ്പിക്കപ്പെടും. അവൻ്റെ കരങ്ങളിൽ നമ്മൾ ഭദ്രമായിരിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ അവൻ എന്നും കൂട്ടിനുണ്ടാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പുത്രനെ പോലെ അങ്ങ് എന്നെ സ്നേഹിച്ചു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ തന്നെ അങ്ങ് എന്നെ അറിഞ്ഞു. എൻ്റെ രൂപവും എൻ്റെ ഭാവവും അജ്ഞാതമായിരുന്നില്ല. എന്നെ അടിമുടി അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പൊന്നു ദൈവമേ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ വാത്സല്യം, അങ്ങയുടെ കാരുണ്യം നിരന്തരം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ സ്നേഹസിംഹാസനം എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ സ്നേഹസാന്ത്വന വചനങ്ങൾ അനുഭവിച്ചറിയുവാനും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാനും വചന അനുസൃത ജീവിതം നയിച്ച് അങ്ങേക്ക് മഹത്വം നൽകുവാനും എന്നെ ഇടയാക്കട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം
നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.